ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും സേഫ് ആയിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നൊരു അവധി ദിവസത്തെ വ്ളോഗാണ്. അവധി എന്ന് പറയുമ്പോൾ തന്നെ വെറുതെ അനാവശ്യമായിട്ട് ഇന്ന് ആർക്കും പോകണ്ടല്ലോ, താമസിച്ച് എഴുന്നേറ്റാൽ മതി, പയ്യെ വെച്ചാൽ മതി, അങ്ങനെ ഒരു ചിന്ത വെറുതെ വന്നു കൂടും മനസ്സിൽ. ഇന്ന് അങ്ങനെ ചിന്തിച്ചത് 7 മണിയായിട്ട് എഴുന്നേറ്റ് വന്നപ്പോൾ 7 അല്ല 6 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റതാണ്. പിന്നെ തലേ ദിവസം, അതായത് ഇത് സെക്കൻഡ് സാറ്റർഡേ ആണ്, വെള്ളിയാഴ്ച കുറച്ച് സ്പെഷ്യലൊക്കെ രാത്രിയിൽ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു ബാക്കി. ഞാൻ കുറച്ച് നേരത്തെ പോയി കിടന്നു. അപ്പോൾ പിള്ളേരൊക്കെ കഴിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം എടുത്തൊന്ന് മാറ്റി അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി വന്നപ്പോഴേക്കും 7 മണി കഴിഞ്ഞു. ഇത് അമ്മ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് കിഴങ്ങ് കറി വെക്കാൻ വേണ്ടി കിഴങ്ങും സവോളയും കൂടെ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അരിഞ്ഞിട്ട്. പിന്നെ അതാ വൈകുന്നേരം മേടിച്ചുകൊണ്ട് വന്ന പച്ചക്കറികളൊക്കെയാണ്. പിന്നെ ഏത്തപ്പഴവും അങ്ങനത്തെ പഴവും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. വൈകിട്ടും നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കറണ്ടൊക്കെ പോകുമ്പോൾ നമുക്കെല്ലാം ചെയ്യാനായിട്ട് പറ്റത്തുമില്ല ഇവിടെ നിന്നിട്ട്. അങ്ങനെ അതങ്ങനെ വെച്ചിട്ട് അങ്ങ് കിടന്നു. പിന്നെ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി മാറ്റി വെക്കണം. ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങാൻ വെക്കുന്നുണ്ട് കേട്ടോ രാവിലെ. അപ്പം ഇന്നലെ വൈകിട്ട് പൊറോട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ പിള്ളേർക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരത് കഴിച്ചോളും. പിന്നെ ഇന്നത്തെ ഒരു പ്ലാനിങ്, ഇന്ന് പകലെന്ന് പറയുന്നത് മീൻ വാങ്ങിച്ചിട്ടുണ്ട്. മീൻ കറിയൊക്കെ ആക്കണം, മീൻ മുളകിട്ട് വെക്കണം, മീൻ പീര വെക്കണം. നത്തോലിയാണ് മേടിച്ചിരിക്കുന്നത്. കപ്പ വേവിക്കാമെന്നാണ് അമ്മ പറയുന്നത് രാവിലെ. അപ്പോൾ കപ്പയും മീനും കൂടിയാണ് ഞങ്ങൾക്ക് കഴിക്കാനായിട്ട്. പിള്ളേർക്ക് പൊറോട്ട ഇരിപ്പുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് പൊട്ടറ്റോ സ്റ്റൂ വെക്കുന്നത്. ഗ്രീൻ പീസ് ഇന്നലെ വെള്ളത്തിലിടാനായിട്ട് മറന്നുപോയായിരുന്നു. പിന്നത്തെ കപ്പ കഴുകാൻ വേണ്ടി ഇറങ്ങിയതാണ്. കാരണം അതിൻ്റെ പുറത്ത് നല്ല ചെളിയാണ് കേട്ടോ. ഇപ്പോൾ മഴ സമയം ആയതുകൊണ്ട് ചെളി ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുകയാണ്. ഞാൻ കൈകൊണ്ടൊന്നും അല്ലാതെ കഴുകിയിട്ട് പോകുന്നേ ഇല്ല. പിന്നെ ഒരു ചകിരി എടുത്തിട്ട് തേച്ചൊരച്ച് കഴുകിയിട്ടാണ് അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തത്. ഇപ്പോൾ പുറത്ത് നല്ല മഴയായി കേട്ടോ. പെട്ടെന്നാണ് ഇന്നത്തെ ദിവസം മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. വെയിലിങ്ങനെ വരും, നല്ല വെയിലാണെന്ന് വിചാരിക്കുന്ന സമയത്ത് മഴയും പെയ്യും. പിന്നെ ഞാൻ ആ വാതിലിൽ തന്നെ ഇരുന്നിട്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് പൊളിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ കഴുകിയിട്ടാണ് അകത്തോട്ട് കൊണ്ടുപോയത്. പിന്നെ ഇത് കപ്പ കൊത്തിയെടുക്കുന്നുണ്ട്. ആ ഒപ്പം തന്നെ മീൻ പീരയ്ക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, അതെല്ലാം. നെത്തോലി പീര വറ്റിക്കാനാണ് രാവിലെ. ശരിക്കും കപ്പയ്ക്ക് മുളകിട്ട മീൻകറിയാണ് നല്ലത്. പക്ഷെ നമ്മുടെ മുളക് പൊടി തീർന്നു പോയായിരുന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസം ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നപ്പോഴേ കുറച്ച് താമസിച്ചു. പിന്നെ ഒരു നേരത്തേക്ക് വേണ്ടി മുളക് പൊടി പുറത്തുനിന്ന് മേടിക്കണ്ടല്ലോ എന്ന് കരുതി ഇനിയിപ്പോൾ രാവിലെ മുളക് പൊടി മേടിച്ചുകൊണ്ട് വന്നിട്ട് വേണം ആ കറി വെക്കാൻ വേണ്ടി. അപ്പോൾ ഇതാ കപ്പയ്ക്കുള്ള വെള്ളം ആദ്യം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കപ്പയെല്ലാം നന്നായിട്ട് കഴുകി എടുത്ത് വയ്ക്കാം. നമ്മുടെ വീട്ടിലെ വിജയ് ഫാൻസാണ് കേട്ടോ അവിടെ നിന്ന് പാട്ട് കാണുന്നത്. ഭയങ്കര വോളിയത്തിലാണ് കേട്ടോ പാട്ട് വെച്ചിരിക്കുന്നത്. അത് കേട്ടോണ്ടാണ് ഞാൻ പോയി നോക്കിയത്. ആ സമയത്ത് നമുക്ക് പൊറോട്ട ചൂടാക്കാൻ വേണ്ടി അപ്പച്ചെമ്പിൽ വെക്കാം. പിന്നെ ഇത് അമ്മ നെത്തോലി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതാ അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ പുറകെ തന്നെ കപ്പയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷമാണ് കപ്പ ഇട്ട് കൊടുക്കുന്നത്. നെത്തോലി തോരൻ വെക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ടൊക്കെ പീര പറ്റിക്കാന്നാണ് കേട്ടോ പറയുന്നത്. അതിനുവേണ്ടി ചെറിയ ഉള്ളിയും പച്ചമുളകും കുടംപുളിയും കൂടെ എടുത്തൊരു ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പിനായിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മുളക് പൊടിയോ മുളകോ ഏതെങ്കിലും ചേർക്കാം. നമ്മളിവിടെ മുളക് പൊടി തീർന്നു പോയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് കേട്ടോ മുളക് ചേർത്തിരിക്കുന്നത്. അത്രയും കൂടെ ഒന്ന് അരച്ചെടുക്കാം. നല്ലതായിട്ട് അരയ്ക്കേണ്ട, ഒരുവിധം ഒന്ന് അരച്ചെടുക്കാം. പിന്നെ ഇത് ആദ്യം എടുത്ത് വെച്ച് ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതിൻ്റെ കൂടെ ഉപ്പ്, പിന്നെ ഇപ്പം അരച്ച അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിരുമിയെടുക്കണം. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഇത്തിരി വെള്ളവും കൂടെ ആ ജാറൊന്ന് കഴുകി ഒഴിക്കാം. പിന്നെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെത്തോലി അതിലേക്ക് ഇടാം. പിന്നെ അടുപ്പത്ത് വെച്ച് അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ നമ്മൾ കുറച്ച് ചാറാക്കിയാണ് എടുത്തിരിക്കുന്നത്, കാരണം കപ്പയ്ക്ക് കൂട്ടാൻ വേണ്ടിയാണല്ലോ, അധികം ഡ്രൈ ആക്കി എടുക്കുന്നില്ല. ഈ സമയത്ത് ഇതാ കപ്പയും നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റിയെടുക്കാം, വെള്ളമൊക്കെ വാർത്തെടുക്കാം. പിന്നെ അമ്മ കപ്പയ്ക്കുള്ള അരപ്പ് റെഡിയാക്കുമായിരുന്നു. തേങ്ങയൊക്കെ ആദ്യം തന്നെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. ജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, തേങ്ങ, ഇത്രയാണ് അരയ്ക്കുന്നത്. തേങ്ങ ചേർക്കണ്ടെന്നാണ് കേട്ടോ ആദ്യം വിചാരിച്ചത്. പിന്നെ ഒരിച്ചിരി തേങ്ങ ചേർത്തേക്കാം, ഒരു ടേസ്റ്റിന് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. മോക്ക് വേണ്ടി ഇതാ വെള്ളക്കപ്പ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി അരപ്പ് ചേർത്ത് അടുപ്പത്തേക്ക് വറ്റിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ജാറ് കഴുകി ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറിവേപ്പില പിന്നെ ഇവിടെ മുറ്റത്ത് നിൽക്കുന്നതുകൊണ്ട് ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കും കേട്ടോ. അമ്മ ഇതിലും അതിലും ഒക്കെ മാറി മാറി ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് രണ്ടും ഒന്ന് സെറ്റ് ആവാനുണ്ട്. ഈ സമയത്ത് ഞാൻ ചായ ഇടുമായിരുന്നു. പിന്നെ വന്നിട്ട് ഇതാ കപ്പയൊക്കെ ഇളക്കി വെച്ചിട്ടുണ്ട്. മീൻകറി ആയിട്ടുണ്ട്. അതിൻ്റെ അരപ്പ് ഒന്നും കൂടെ ഒന്ന് വറ്റാനുണ്ട്. ആ സമയത്ത് നമുക്കിത് എല്ലാവർക്കും കൂടെ ഉള്ള ചായ എടുക്കാം, പാലെടുക്കാം. അതൊക്കെ ഇനി കഴിക്കാനായി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്ന് ലേറ്റ് ആയിട്ടാണല്ലോ എഴുന്നേറ്റത്. അപ്പോൾ ഈ സമയത്ത് വിശപ്പൊക്കെ ആയി തുടങ്ങി. ആയില്ലേന്ന് ചോദിക്കാനും തുടങ്ങി. നമുക്കിനി കഴിക്കാനിരിക്കാം. സമയം ഒരു 9-9:30 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ മക്കൾക്കാണെങ്കിൽ പൊറോട്ടയാണെന്ന് പറഞ്ഞപ്പോഴാണ് കുറച്ചും കൂടെ ഓടി വന്നത് കഴിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ വേണ്ട വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നേ. ഇന്നലെ സ്പെഷ്യലൊക്കെ കഴിച്ചിട്ട് വലിയ വിശപ്പൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നല്ലോ. അമ്മയാണെങ്കിൽ കുറച്ച് മുമ്പ് കഴിക്കുകയും ചെയ്തു. ഇപ്പോൾ രാവിലത്തെ കാര്യമൊക്കെ കഴിഞ്ഞു. ഇനി ഉച്ചക്കത്തേക്കുള്ളത് അവിയലാണ് കേട്ടോ. ഒരു കറി അവിയൽ വെക്കണം. പിന്നെ മീൻ കറി വെക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, മുളകിട്ടത്. അപ്പോൾ അവർ പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇനി വരുമ്പോഴേ മുളകൊക്കെ മേടിച്ചുകൊണ്ട് വരുള്ളൂ, മുളക് പൊടി. ഇനിയാണ് പാത്രങ്ങളൊക്കെ കഴുകുന്നത്. കഴിച്ചതും ബാക്കി കുറേ പാത്രങ്ങളുണ്ടല്ലോ ഉണ്ടാക്കിയതും ഒക്കെ, അതെല്ലാം കൂടെ കഴുകി ഇനി അവിടെ ഒന്ന് വൃത്തിയാക്കി ഇടണം. ഈ സമയത്ത് അവിയലിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കുന്നുണ്ട്. അതിൽ ഇന്ന കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വീട്ടിലുള്ള എല്ലാം ചേർക്കാറുണ്ട്. കാരണം വെന്തു പോകുന്ന കിഴങ്ങ് പോലത്തൊക്കെ ചേർത്താൽ പിള്ളേർ കഴിച്ചോളൂ. അപ്പോൾ ചട്ടിയിലേക്ക് ആദ്യം പച്ചമുളക് ആവശ്യത്തിന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ ആ കഷ്ണങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കും. എന്നിട്ട് ജാറ് കഴുകി ഒരു കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ തക്കാളിപ്പഴം അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് പഴുത്തൊരു വലിയ തക്കാളിയാണ് ചേർക്കുന്നത്. അപ്പം ഞാൻ സൈഡിൽ നിന്ന് ഓരോരോ പാത്രങ്ങൾ കഴുകി മാറ്റുകയാണ്. എടുക്കുന്നതെല്ലാം അപ്പോൾ കഴുകി വെക്കുന്നുണ്ട്. അടുക്കളയിലെല്ലാം ഒന്ന് ഒതുങ്ങി ക്ലീൻ ആക്കിയാൽ മാത്രമേ നമുക്ക് വേറുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും ഇതൊന്ന് താമസിക്കും തോറും നമുക്കങ്ങ് ടെൻഷനാണ്. ഇന്നാണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ രാവിലെ. പക്ഷെ ഇപ്പം നല്ല വെയിലുമാണ്. അപ്പോൾ ഉള്ള തുണിയൊന്ന് വെയിലത്തിട്ട് ഉണങ്ങണമല്ലോ. ഇതൊക്കെയാണ് ഇനി മനസ്സിലെ ചിന്ത. അപ്പോൾ വേഗം അവിയലൊന്ന് ഇളക്കി വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. തുണികൾ കഴുകാനുള്ളത് കുറച്ച് ഞാൻ രാവിലെ തന്നെ വാഷിങ്ങിന് ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഷെഡിൽ കിടന്നതൊക്കെ ഞാൻ വെളിയിലേക്ക് ഇടുകയാണ്. എല്ലാ മക്കളുടെ യൂണിഫോമൊക്കെയാണ്. അപ്പോൾ തലേദിവസവും മഴയായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതെല്ലാം ഒന്ന് ആദ്യം ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പുറത്തിട്ടത്. വെയിലിപ്പോൾ പോവോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ ആദ്യം കുറച്ച് തുണിയൊന്ന് ഇട്ടു. ആ ഷർട്ടൊക്കെ ഒന്ന് ഉണങ്ങട്ടെ എന്ന് കരുതിയിട്ടു. പിന്നെയും ഞാൻ ബാക്കിയുള്ളതും കൂടെ പിറക്കി ഇടുകയാണ്. ഈ സമയത്ത് തന്നെ ഒന്ന് മഴ പെയ്തു. പിന്നെ രണ്ടാമതാണ് കേട്ടോ വെയിൽ വന്നത്. അപ്പോഴാണ് സെൻസസ് എടുക്കാൻ വേണ്ടി ടീച്ചേഴ്സ് വന്നത്. എന്യൂമറേഷൻ ഫോം ഒക്കെ എല്ലാവരും ഫില്ല് ചെയ്ത് കൊടുത്തായിരുന്നോ? നമ്മൾ ഓൺലൈനായിട്ട് ആദ്യം ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ റെൻറ്റിനായതുകൊണ്ട് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇത് മുളക് പൊടിയൊക്കെ മേടിച്ചുകൊണ്ട് ആളെത്തിയിട്ടുണ്ട്. കുറച്ച് മീൻ വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതിലേക്ക് കറി വെക്കാൻ വേണ്ടി ഇത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കായപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് അമ്മ മീൻ കറി വെക്കുന്നത്. മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. നല്ല കുറുകിയ ചാറോട് കൂടിയാണ്. അപ്പോൾ ഇതാ കടുകിട്ടു, ഉലുവയിട്ടു, പിന്നെ ഇതാ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് എടുത്ത് വെച്ച ആ പൊടികളെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് ഇതാ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ചട്ടിയിലേക്ക് എല്ലാം കൂടെ ഒഴിച്ച് മീൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ചട്ടിയിൽ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ടാണ് മീൻ തിളപ്പിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അത്രയേ ഉള്ളൂ. മീൻ കറി റെഡിയാവും. അപ്പോൾ ഇത് ഇന്നത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അടുക്കളയിലെ പരിപാടി എല്ലാം കഴിഞ്ഞ് ക്ലോസ് ചെയ്തു. ഇനിയാണ് എൻ്റെ ക്ലീനിങ് എല്ലാം തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ സിറ്റ് ഔട്ട് ആദ്യം തന്നെ ക്ലീൻ ചെയ്തേക്കാം. അപ്പോൾ മോനെ ട്യൂഷന് വിട്ടിട്ടുണ്ടായിരുന്നു. വിളിക്കാൻ വേണ്ടി അച്ഛൻ പോയി. ഇനി സിറ്റ് ഔട്ടിലെല്ലാം ചെളി ചവിട്ടി കയറ്റിയിട്ടുണ്ട്. മക്കൾ കളിക്കാൻ ഇറങ്ങുകയൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ അവിടെ എന്തായാലും കഴുകിയിടണം. ആദ്യം ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങാം. അപ്പോൾ സിറ്റ് ഔട്ട് കഴുകാൻ പോവാണ്. കഴുകി കഴിഞ്ഞിട്ട് വേണം കാർ പോർച്ച് കഴുകാൻ. അപ്പോൾ തലേദിവസം തൊട്ട് മഴയായിരുന്നതുകൊണ്ടേ ചെളി ചവിട്ടിയിട്ട് അവിടെ എല്ലാം ഉണങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ രാവിലെ എനിക്ക് കഴുകാനും പറ്റിയില്ല. ഓരോരോ പണിയായിട്ട് ഞാൻ പിന്നെ ഇത് മറന്നുപോയി. ഇങ്ങോട്ട് ഇറങ്ങിയതേ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ വെറുതെ വെള്ളം കൊണ്ട് കഴുകിയാലും പോകുന്നില്ല. അപ്പോൾ ചൂല് വെച്ച് നന്നായിട്ട് ഉരച്ച് കഴുകണം. അപ്പോൾ കുറച്ച് ലിക്വിഡ് ഡിറ്റർജൻറ്റും കൂടെ വെള്ളത്തിൽ ചേർത്തിട്ട് അതും കൂടെ ഒഴിച്ചിട്ടാണ് കഴുകിയത്. അപ്പോൾ നന്നായിട്ട് അഴുക്കെല്ലാം പോയി കിട്ടി. സോപ്പ് പൊടി ഇട്ടാൽ പതഞ്ഞ് കിടക്കും. പിന്നെ കുറേ വെള്ളം ഒഴിച്ചാൽ മാത്രമേ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് മാറുള്ളൂ. പക്ഷേ ലിക്വിഡ് ഇടുമ്പോഴത്തേക്കും അത്രയില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. പിന്നെ സ്റ്റെപ്പ് നന്നായിട്ട് കഴുകണമായിരുന്നു. ഈ സമയത്ത് ഏതായാലും മഴ അങ്ങ് തോർന്നു, നല്ല വെയിലായിട്ടുണ്ട്. അപ്പം വേഗം ഉണങ്ങി കിട്ടുമല്ലോ.
നമ്മുടെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന റോഡും മുറ്റമൊക്കെ നിറയെ ചെളിയല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും മണ്ണ് വരുന്നത്. പിന്നെ കാർ ഇറക്കുന്ന ദിവസമല്ലേ നമുക്കിത് വൃത്തിയാക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ എനിക്ക് കഴുകാനും പറ്റുന്നുള്ളൂ. അപ്പോൾ അത് മീൻകറിയൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ മുറിക്കാകൊക്കെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ തൂക്കാൻ പോകുന്നത്. അപ്പോൾ വേഗം തൂത്തിടാമെന്ന് വിചാരിച്ചു. ഇവർ കയറി ഇറങ്ങി നടക്കുന്നതുകൊണ്ട് എത്ര തൂത്തിട്ടാലും ശരിയാവത്തില്ല. അപ്പോൾ ഇതാ മോള് മാത്രമേ ഈ സമയത്ത് ഇവിടെ ഉള്ളൂ. കറണ്ട് പോയും വന്ന് നിൽക്കുമായിരുന്നു. ഇപ്പോൾ കറണ്ട് വന്നപ്പോൾ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവർ ചേട്ടനെ വിളിക്കാൻ പോയതായിരുന്നു കേട്ടോ, മൂത്തയാളെ. അവനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. നല്ല മഴയായി ഈ സമയത്തെ. അപ്പോൾ ചെളി ചവിട്ടി കയറ്റരുതേന്നും പറഞ്ഞ് ഞാൻ വേഗം ഒരു തുണി കൊണ്ട് അവിടെ ഇട്ട് കൊടുത്തു, കാലൊക്കെ ചവിട്ടി കയറാൻ വേണ്ടി. ഞാൻ അവിടെ തുടച്ചിട്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അവർ വന്നപ്പോൾ ജ്യൂസ് എന്തോ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ മോക്കും അത് കൊണ്ട് കൊടുത്തു. മോനാണെങ്കിൽ കാർട്ടൂൺ നോക്കി നിൽക്കുകയാണ്. ഇവർക്കിത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ സമ്മതിക്കുകയില്ല. പിന്നെ അവൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, രണ്ടാമത്തവൻ ഭയങ്കര സംസാരമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അവനും കൂടെ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ ഭയങ്കര കളിയാണ്. മോളിപ്പോഴാണ് ഇവിടെ ഉണ്ടെന്നുള്ള ഒരു അനക്കം വരുന്നത്. ഈ മഴയ്ക്ക് എന്താണെന്ന് തോന്നുന്നത് പോലെ അതാ പെയ്തിട്ട് വീണ്ടും എന്താ വെയിൽ വന്നിട്ടുണ്ട് ഇപ്പോഴേ. അപ്പോഴേക്കും മുറ്റെല്ലാം ചെളിയാകും. പിന്നെ അവർ രണ്ടുപേരും കളി തുടങ്ങിയിട്ടുണ്ട്. മോളെ സ്കൂളിൽ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ സ്റ്റെപ്പാണ് ഈ കാണിച്ചു കൊടുക്കുന്നത്. അവൻ പാട്ട് പാടും, അവൾ ഡാൻസ് കളിക്കും, അങ്ങനെ. അപ്പോൾ മഴ വീണ്ടും പെയ്തപ്പോൾ കിടന്ന തുണിയൊന്നും ശരിക്കും ഉണങ്ങിയില്ല കേട്ടോ. മുറ്റത്ത് കിടന്നതെല്ലാം വേഗം എടുക്കേണ്ടി വന്നു. അപ്പോൾ മുകളിലത്തെ നിലയിലിട്ടിരുന്ന കുറച്ച് തുണികളെല്ലാം മാറ്റിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വിരിക്കുകയാണ്. മക്കളുടെ ചെറിയ തുണികളെല്ലാം, ബാക്കി വലുതെല്ലാം ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഷെഡിനകത്തിട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ കുറച്ചൊന്ന് താമസിച്ചപ്പോഴേക്കും വേറെ ഒരു കാര്യങ്ങൾ നടന്നിട്ടേ ഇല്ല കേട്ടോ. കുക്കിങ്ങും ചെറിയ ക്ലീനിങ്ങും മാത്രമേ നടന്നിട്ടുള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് ഡെയിലി ചെയ്യുന്നതുമാണ്, ചെയ്യേണ്ടതുമാണ്. അതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതാ വേഗം ഊണ് കഴിക്കുകയാണ്. ഞങ്ങൾ രണ്ടും മാത്രമേ ഇനി കഴിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ അവിയലും മീൻ തോരനും മീൻ കറിയും ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് പയറ് കറി ഇരിപ്പുണ്ടായിരുന്നു. അത് വിൻചേട്ടന് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ മാത്രമേ കൂട്ടിയുള്ളൂ. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ട്രിപ്പ് മഴയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇന്നിനി വൈകുന്നേരവും രാത്രിയിലത്തേക്ക് ഇരിക്കുന്നതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു. ഞാനാണെങ്കിൽ ഈ സമയത്തൊക്കെയാണ് മൊബൈലൊക്കെ ഒന്ന് എടുക്കുന്നതും നോക്കുന്നതും ഒക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നപ്പോഴും കറണ്ടില്ല. ഉച്ച കഴിഞ്ഞിട്ട് കറണ്ട് പോയതാണ്, കറണ്ട് വന്നതേ ഇല്ല. ഉച്ചയ്ക്ക് മഴ പെയ്യുന്ന കണ്ടപ്പോൾ ഇന്നിനി മഴ തന്നെ ആയിരിക്കും രാത്രി മുഴുവൻ എന്ന് വിചാരിച്ചിട്ടോ. വൈകുന്നേരം ആയപ്പോഴേക്കും നന്നായിട്ട് തെളിഞ്ഞു, ആകാശമൊക്കെ തെളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം മോളെ പിടിച്ചിരുത്തി ഒന്ന് പേനൊക്കെ ചീകി. അപ്പോൾ അത് കാണാൻ വേണ്ടി അവനും കുറച്ച് നേരം വന്നിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കളിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയി. കുറച്ച് സമയമൊക്കെ ഇരുന്ന് തരുള്ളൂ. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു സന്ധ്യ ആവാറായെങ്കിലും മുറ്റം അങ്ങ് തൂത്തിട്ടേക്കാന്ന്, കാരണം ഇപ്പം നല്ലതായിട്ട് തെളിഞ്ഞല്ലോ. പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ അത് നടക്കുകയില്ല. നാളെ രാവിലെ ചിലപ്പോൾ നല്ല മഴയായിരിക്കും, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് മഴയായിരിക്കും. എന്താണെങ്കിലും ഇന്ന് ചെയ്യാനുള്ളത് അങ്ങ് ചെയ്തിട്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ഞാൻ തൂത്തുവാരുകയാണേ. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഉച്ച വരെ കൊണ്ട് നിർത്തണം എന്നാണ് കേട്ടോ വിചാരിച്ചത്. കാരണം ഉച്ച കഴിഞ്ഞിട്ട് ഈവനിങ് വ്ളോഗായിട്ട് വേറൊരെണ്ണം ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ കൂടുതൽ കാര്യങ്ങളൊന്നും വൈകുന്നേരം ഇല്ല, കാരണം കുക്കിങ്ങും അങ്ങനത്തെ തിരക്കുകളെല്ലാം രാവിലെ കഴിഞ്ഞല്ലോ. പിന്നെ ജസ്റ്റ് ക്ലീൻ ചെയ്യാനുള്ള മാത്രമേ ഉള്ളൂ പിന്നെയുള്ള കാര്യങ്ങൾ. അപ്പോൾ വേറെ ഒന്നും ഇന്ന് കാര്യമായിട്ട് ചെയ്യുന്നതും ഇല്ല. വൈകുന്നേരം ആണെങ്കിലും കുറച്ച് കാര്യങ്ങളല്ലേ ചെയ്യുന്നുള്ളൂ. പിന്നെ അതൊരു വ്ളോഗ് ആക്കാനായിട്ടുള്ളത് ഇല്ലല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അങ്ങനത്തെ ആ മുറ്റത്തിൻ്റെ ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഈ മുറ്റം ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നത് കൊണ്ട് ഇതൊന്ന് തൂത്തുവാരി വരാൻ കുറച്ച് സമയം എടുക്കും. നല്ല നടുവേന ഉണ്ടാകും. അപ്പോൾ ഞാൻ എപ്പോഴും തൂത്ത് വന്നിട്ട് കുറച്ച് സമയം അവിടെ നിൽക്കും, പിന്നെ കുറച്ച് സമയം ഇരിക്കും. പിന്നെ നീളമുള്ള ചൂലും കൊണ്ട് തൂത്താലും ഈ കരിയില പോകത്തേ ഇല്ല. നല്ല കുറ്റിച്ചൂല് കൊണ്ട് തന്നെ തൂക്കണം. അങ്ങനെയാണ് ചുറ്റും തൂത്തെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുവിധം വൃത്തിയായിട്ടുണ്ട്. ആ സമയത്ത് ഉള്ള വെള്ളം ഒന്നും പോരാഞ്ഞിട്ട് 2 പേര് അവിടെ പോണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പ്രത്യേകം കാണിക്കണമെന്ന് പറയുകയും ചെയ്തേ. പിന്നെ ഈ സൈഡും കൂടെ ജസ്റ്റ് ഒന്ന് തൂത്തിട്ടിട്ട് കയറാം. പിന്നെ കയറിയിട്ട് മക്കളെയൊക്കെ കുളിപ്പിച്ചു ഞാനും മേലൊക്കെ കഴുകിയിട്ട് പ്രാർത്ഥിക്കാൻ നിൽക്കുന്നുണ്ട്. അമ്മയാണ് കേട്ടോ വിളക്ക് കത്തിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവൾ വന്ന് എൻ്റെ കാലിൽ തൊട്ട് തൊഴുന്നുണ്ട്, അമ്മയുടെ കാലിലും തൊട്ട് തൊഴുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെയുള്ളതാണ്. ഞങ്ങൾ 2 പേരെയും കണ്ടില്ലെങ്കിൽ അവൾ സ്വന്തമായിട്ട് കാലിൽ തൊട്ട് തൊഴുതും. അതിനാണ് ഞാൻ ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പഠിക്കാനിരുത്തി. അവരുടെ എക്സാം ടൈം ടേബിൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് കടയിൽ പോകണം ഞങ്ങൾക്ക് 2 പേർക്കും. അപ്പോൾ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് കട ഉണ്ടാവുമോ ഇല്ലയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. നീതി സ്റ്റോറിലാണ് പോകുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ കണക്കിട്ട് കൊടുത്തിട്ട് അത് ചെയ്ത് വെക്കണം, അക്ഷരം എഴുതി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്.
രണ്ടുപേരും കൂടെ വരണ്ടാന്ന് പറഞ്ഞിട്ട് എന്താ മോള് വണ്ടിയിൽ ചാടി കയറി. അപ്പം നമ്മൾ സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ. ചിലതൊന്നും അവിടെ കിട്ടത്തില്ലല്ലോ. അപ്പോൾ അവിടെ കിട്ടാത്തത് മാത്രമാണ് ഇവിടെ വന്നെടുക്കുന്നത്. ശർക്കര, പിന്നെ ജീര റൈസ് അങ്ങനെയുള്ളതൊക്കെ. പിന്നെ അരിയും ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം തിരിച്ചു വന്നു. കുറച്ച് സാധനങ്ങളല്ലേ വാങ്ങിക്കാനുള്ളൂ. പിന്നെ മോള് കൂടെ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇതാ കയ്യിലിരിക്കുന്ന സംഭവമൊക്കെ ചോക്ലേറ്റിൻ്റെ മിഠായിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ്. അതിൽ കിട്ടിയ കുറച്ച് കളിപ്പാട്ടമൊക്കെ വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അവനെ പഠിപ്പിക്കാനിരുത്തുകയാണ്. കാരണം ഹിന്ദിയൊക്കെ കുറച്ച് പഠിക്കാനുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ ഒന്ന് എഴുതിപ്പിക്കാനായിട്ട് ഞങ്ങൾ മുകളിലത്തെ നിലയിലേക്ക് വന്നു കേട്ടോ. താഴെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക്